ഒന്ന് എനിക്ക്, ഒന്ന് എൻ്റെ ഭാര്യയ്ക്ക്, രണ്ടെൻ്റെ പിള്ളേർക്ക്. അല്ല, ഒന്ന് കർത്തിയാണ്. ദൈവ മഹത്വത്തെ, ദൈവ തേജസ്സിനെ കണ്ട പത്രോസ് പറഞ്ഞു 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് എനിക്ക്, ഒന്ന് യാക്കോബിന്, ഒന്ന് യോഹന്നാന്. അന്ന് ഇവിടെ അടഞ്ഞ കണ്ണ് അവിടെ തുറക്കും. അവിടെ തുറക്കുമ്പോൾ അന്ന് പത്രോസ് കണ്ട കാഴ്ച നീ അവിടെ കാണും. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. പത്രോസ് അന്ന് അവിടെ കണ്ട കാഴ്ച നീ നിത്യതയിൽ കാണും. തേജസ്സിൽ നിൽക്കുന്ന കർത്താവിനെ, തേജസ്സിൽ നിൽക്കുന്ന വിശുദ്ധന്മാരെ, തേജസ്, ദൈവത്തിന്റെ തേജസ് മറ്റുള്ള എല്ലാത്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. സമയപരിമിതികൾ കൊണ്ട് വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ദൈവ മഹത്വത്തെ, ദൈവ തേജസ്സിനെ കണ്ട പത്രോസ് പറഞ്ഞു 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് എനിക്ക്, ഒന്ന് യാക്കോബിന്, ഒന്ന് യോഹന്നാന്. ഒന്ന് എനിക്ക്, ഒന്ന് എൻ്റെ ഭാര്യയ്ക്ക്, രണ്ടെൻ്റെ പിള്ളേർക്ക്. അല്ല, ഒന്ന് കർത്താവേ നിനക്ക്, നിന്റെ ദാസന്മാർക്ക്. ഈ യഥാർത്ഥമായി ദൈവ മഹത്വത്തെ, ദൈവ തേജസ്സിനെ, ദൈവ സാന്നിധ്യത്തെ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഈ ലോകത്തിലുള്ള വേറെ എല്ലാ ഐറ്റങ്ങളും ചപ്പും ചവറായിരിക്കും. നിധി ഇരിക്കുന്ന വയല് കണ്ടവൻ വേറെ എല്ലാം വിൽക്കും, അതിൽ മാത്രം ഫോക്കസ്ഡ് ആവും. ശരിക്കും ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ മഹത്വം, തേജസ് ഒരു പരിധി വിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നു, ഒന്നും തോന്നരുത്, അവന് പാപം ചെയ്യാൻ പറ്റത്തില്ല. ഒരു പാപത്തിനും ഈ ലോകത്തിലെ ഒരു സാധനങ്ങൾക്കും ആ സന്തോഷം അവന് കൊടുക്കാൻ പറ്റത്തില്ല. എത്ര പേർക്ക് രാമൻ പറയാൻ നിങ്ങൾ മിണ്ടാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു 4 മണിക്കൂർ മുറിക്കകത്ത് കയറിയിരുന്ന് പാട്ട് പാടി, ബൈബിള് വായിച്ച്, ശക്തമായി ആരാധിച്ച്, പ്രാർത്ഥിച്ചൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് റൂമിൽ നിറങ്ങി വന്ന് തന്റെ ഇടം ഉണ്ടോ നിനക്കൊരു സിനിമ കാണാൻ? ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. എന്നാ ഒന്ന് ചെയ്ത് നോക്കാം. നിന്നെ കൊണ്ട് പറ്റത്തില്ല. പ്രസൻസിനകത്ത് കയറിയാൽ, ദൈവത്തിന്റെ തേജസ്സിനകത്ത് കയറിയാൽ, ദൈവത്തിന്റെ മഹത്വത്തെ ഒരു പരിധി വിട്ട് അനുഭവിച്ചാൽ പിന്നെ ഈ ലോകത്തിലെ ഒരു സന്തോഷവും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അനുഭവിച്ചവരൊന്ന് കരമടിച്ച് കർത്താവിനോട് നന്ദി പറഞ്ഞു. അതുകൊണ്ടാണ് പത്രോസ് സത്യം പറഞ്ഞാൽ ഒരു സ്വാർത്ഥന. പത്രോസ് ഉറപ്പായിട്ടും ഇച്ചിര സ്വാർത്ഥതയുള്ളവനാ. വയനാടുകാരനല്ല, ഇച്ചിര സ്വാർത്ഥതയുള്ളവനാ. പത്രോസിന് ഇച്ചിര സ്വാർത്ഥതയുള്ളവനാ. പക്ഷെ പത്രോസ് ഒരിക്കലും പറഞ്ഞില്ല ഒന്ന് എനിക്ക്, ഒന്ന് ഏലിയാവിന്. എനിക്കെന്നൊരു വാക്ക് അവിടെ ഇല്ല. കർത്താവേ നിനക്ക്, നിന്റെ ദാസന്മാർക്ക്, നിനക്ക്, നിന്റെ ദാസന്മാർക്ക്, നിനക്ക്, നിന്റെ ദാസന്മാർ എല്ലാം. കർത്താവേ നിനക്കും നിന്റെ ദാസന്മാർക്കും എന്നുള്ള ചിന്ത ആരുടെയെങ്കിലും ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ യഥാർത്ഥമായി ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിച്ചവനാണ്. കർത്താവേ എല്ലാം നിനക്കും നിന്റെ ദാസന്മാർക്കും. ഹല്ലേലൂയ. എനിക്കറിയാം ദൈവസഭകൾക്ക് ചുമല് കൊടുത്ത് നിൽക്കുന്നവർ, സുവിശേഷത്തിന് ചുമല് കൊടുത്ത് നിൽക്കുന്നവർ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. നിങ്ങളിൽ പലരുമാണ് സാമ്പത്തികമായി, ആരോഗ്യപരമായി, പ്രാർത്ഥനാപരമായി സകല മേഖലകളിലും ദൈവസഭയ്ക്ക് ചുമല് കൊടുത്തവർ. നിങ്ങൾ ദൈവത്തെ ആ സ്വാർത്ഥതകൾ കൊണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ്, 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ പോവുക. അത് പെട്ടെന്ന് പറയാം. ഞാൻ ബൈബിൾ വായിച്ചാൽ ഞാൻ അതിൽ നിൽക്കും. യോഹന്നാൻ സുവിശേഷത്തിൽ ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് യോഹന്നാൻ 11 മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബഥാനിയിൽ വന്നു. യേശു കർത്താവ് മാർത്തയോട് പറഞ്ഞൊരു വാക്കുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിന്റെ വീട്ടിൽ എന്റെ തേജസ്, എന്റെ മഹത്വം വെളിപ്പെട്ടാൽ നഷ്ടപ്പെട്ടത് തിരിച്ചു വരും. വീണ്ടും ആവർത്തിക്കുന്ന, ദൈവ തേജസ്, ദൈവ മഹത്വം ഇറങ്ങി വന്നാൽ നഷ്ടപ്പെട്ടത് തിരിച്ചു വരും. യോഹന്നാൻ 2:11 യേശു കർത്താവ് പറയുന്നു, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ദൈവത്തിന്റെ തേജസ് നിന്റെ ഭവനത്തിൽ ഇറങ്ങിയാൽ, ദൈവത്തിന്റെ മഹത്വം നിന്റെ കുടുംബത്തിൽ ഇറങ്ങിയാൽ, ഈ 2026 വിശ്വാസത്തിൽ വരാത്തവർ വിശ്വാസത്തിൽ വരും. എത്ര പേർ കേട്ടെടുക്കാൻ കഴിയുന്നുണ്ട്? ചിലർ ഈ വർഷം രക്ഷിക്കപ്പെടും. എന്റെ വീട്ടിൽ ചില സ്നാനങ്ങൾ നടക്കുമേ. ഞാനത് വെറുതെ പറയുകയല്ല, എനിക്കറിയാം ഈ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. യേശുവിനെ അടയാളങ്ങളുടെ ആരംഭമായി ചെയ്ത് ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
ദൈവമഹത്വം വെളിപ്പെട്ടാൽ വിശ്വാസത്തിൽ വരാത്തവർ വിശ്വാസത്തിൽ വരും. ദൈവമഹത്വം വെളിപ്പെട്ടാൽ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വരും. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം കാനാവിലെ കല്യാണ വീട്ടിൽ വെളിപ്പെട്ടപ്പോൾ പച്ചവെള്ളം വീഞ്ഞായി അല്ലേ? പച്ചവെള്ളം വീഞ്ഞായി, പച്ചവെള്ളം വീഞ്ഞായി. നാരങ്ങ വെള്ളം 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം, ഓറഞ്ച് ജ്യൂസ് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. പക്ഷെ വീഞ്ഞ്, വൈൻ 5 മിനിറ്റ് കൊണ്ടോ 5 ദിവസം കൊണ്ടോ ഉണ്ടാകത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ യേശു കൊടുത്തത് ആൽക്കഹോൾ അല്ല, യേശു കൊടുത്തത് ആൽക്കഹോൾ അല്ല, യേശു കൊടുത്തത് സ്പിരിറ്റ് അല്ല. ഓ ഹല്ലേലൂയ. ആമേൻ പറഞ്ഞ യേശു കർത്താവ് തന്റെ അത്ഭുത പ്രവൃത്തികളാൽ തന്റെ മഹത്വം വെളിപ്പെടുത്തി പച്ചവെള്ളം വീഞ്ഞാക്കിയപ്പോൾ ബൈബിൾ പറയുന്നു, അത് കുടിച്ച വിരുന്നുവാഴി പറഞ്ഞു, ഇത്ര ശ്രേഷ്ഠകരമായത്. ഓർക്കുക, ശ്രേഷ്ഠകരമായ ഒരു വൈൻ ഉണ്ടാകാൻ 3 മാസം മുതൽ 30 മാസം വരെ സൂക്ഷിക്കണം. ശ്രേഷ്ഠകരമായ വൈൻ 3 മാസം മുതൽ 30 മാസം വരെ സൂക്ഷിക്കണം. 3 മാസം മുതൽ 30 മാസം വരെ ഇരുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ വൈൻ. ഹല്ലേലൂയ. കാരണം ഓറഞ്ച് ജ്യൂസ് ഉണ്ടാകുന്നത് പോലെ, നാരങ്ങ വെള്ളം ഉണ്ടാകുന്നത് പോലെ വൈൻ ഉണ്ടാകത്തില്ല. വൈൻ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, വൈൻ ഉണ്ടാകുമ്പോൾ പച്ചവെള്ളം മുന്തിരിങ്ങയുടെ മേളിൽ ഇരിപ്പുണ്ടെങ്കിൽ പച്ചവെള്ളം തുടച്ചു കളയും. ചൂടുവെള്ളത്തിലല്ലാതെ പറ്റത്തില്ല. പച്ചവെള്ളത്തിൽ വൈൻ ഉണ്ടാകത്തില്ല. പച്ചവെള്ളം വൈനിന്റെ ശത്രുവാണ്. പക്ഷെ യേശു പച്ചവെള്ളത്തെ തന്നെ വൈനാക്കി. കിണറ്റിൽ പോയ പച്ചവെള്ളം. ഹല്ലേലൂയ. ആമേൻ. നാരങ്ങ വെള്ളം ഉണ്ടാകുന്നത് പോലെ വൈൻ ഉണ്ടാകത്തില്ല. കാലതാമസങ്ങൾ വരുത്തുന്നത് ദൈവാത്മാവ് ചില കുടുംബങ്ങളോട്, ആരാധിക്കുന്നവരോട് പറയുന്നു, കാലതാമസങ്ങൾ വരുത്തുന്ന ചിലത് ഇന്ന് രാത്രി പൊട്ടിപ്പോകട്ടെ. കാലതാമസങ്ങൾ വരുത്തുന്ന ചിലത് പൊളിഞ്ഞു പോകട്ടെ. പ്രാർത്ഥനയുടെ മറുപടികൾക്ക് കാലതാമസങ്ങൾ വരുത്തുന്നത്, വാഗ്ദത്തങ്ങൾക്ക് കാലതാമസങ്ങൾ വരുത്തുന്നത്, വഴികൾ തുറക്കുന്നതിന് കാലതാമസങ്ങൾ വരുത്തുന്നത് യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു പോകട്ടെ. 5 കൊല്ലം കൊണ്ട് നടക്കേണ്ട മതില് പണി നെഹമ്യാവിന്റെ കാലത്ത് 52 ദിവസം കൊണ്ട് തീർന്നതുപോലെ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഏലിയാവ് കുതിരകൾക്ക് മുൻപിൽ ഓടി പോലെ വിലക്കിയതുപോലെ വേഗത വർദ്ധിക്കട്ടെ. ദൈവം തെരഞ്ഞെടുത്തവന്റെ വഴി ഒറ്റ രാത്രി കൊണ്ട് തളർത്തു. ദൈവം തെരഞ്ഞെടുത്തവന്റെ വഴി ഒറ്റ രാത്രി കൊണ്ട് തളർത്തു.